ഹലോ, അപ്പോൾ എല്ലാവർക്കും വൺസ് അഗൈൻ ഹാപ്പി ന്യൂ ഇയർ. ഈ വർഷത്തെ ആദ്യത്തെ വീഡിയോ ആണ്. അപ്പോൾ കുറച്ച് ഗ്യാപ്പ് വന്നു എനിക്ക്. ഇത് ഡിസംബർ 28 നമ്മുടെ മീൻ ചേച്ചിയുടെ ജോണുവിൻ്റെയും ഓഷുവിൻ്റെയും മധുരം വെപ്പ് ചടങ്ങിന് പോണ ഒരു വീഡിയോ ആണ്. കുറച്ച് ഡിലേ ആയി ഈ വീഡിയോ ഇടാനായിട്ട്, കാരണം എനിക്ക് വോയിസ് തീരെ വയ്യായിരുന്നു. ഇപ്പോഴും ഓക്കെ അല്ല, കോൾഡ് ഉണ്ട്. എന്നാലും ഇനി അങ്ങനെ നോക്കിയിരുന്നു കഴിഞ്ഞാൽ ഈ വീഡിയോ വൈകും. ഡിലേ ആയിട്ട് ഇട്ടിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഞങ്ങൾ എല്ലാവരും മേരി ചേച്ചിയുടെ അവിടെ വന്നിട്ട് അവിടെ നിന്ന് നടന്നിട്ടാണ് പോണേ. ഞങ്ങളുടെ കൂടെ ഒരു ആൺതരിയായിട്ട് എൻ്റെ മോൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്ന് കുറച്ചുള്ളൂ മീൻ ചേച്ചിയുടെ അവിടെ നിന്ന് മീൻ ചേച്ചിയുടെ അവിടേക്ക് നടക്കാനായിട്ട്. അപ്പോൾ ഇതാണ് മീൻ ചേച്ചിയുടെ വീട്. ഫുള്ളായിട്ടൊക്കെ ഇട്ട് നല്ല അടിപൊളിയാക്കിയിട്ടുണ്ടായിരുന്നു. സ്റ്റേജൊക്കെ നല്ല എന്താ പറയുക, ചെറുതാണെങ്കിലും സിമ്പിൾ ആൻഡ് ഡിമ്പിൾ എന്ന് പറയില്ല, നല്ല രസമായിരുന്നു കാണാനായിട്ട്. അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ നല്ല രസമായിരുന്നു. അപ്പോൾ ചെന്ന വൈക്കാനെ ഞങ്ങൾക്ക് ഇതാണ് ഒരു ജോണു ഓഷു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുമെന്ന് അറിയില്ല, ഇവർ രണ്ടുപേരും ട്വിൻസാണ്. കണ്ട ഐഡൻറ്റിറ്റിയിൽ എല്ലാവരും ഫ്രറ്റേണൽ ട്വിൻസാണ്. അപ്പോൾ ഞങ്ങൾ അവിടെ ചെന്ന വൈക്കാനെ പല ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് ജ്യൂസസ് ഉണ്ടായിരുന്നു. ഞാൻ പച്ചമാങ്ങ ജ്യൂസൊക്കെ കഴിച്ചത് നല്ല രസമുണ്ടായിരുന്നു. കുറച്ച് എരിവൊക്കെ ഉണ്ടായിരുന്നു, മധുരം എരിവും കൂടി മിക്സ് ആയിരുന്നു. അങ്ങനെ ഞാൻ ചെന്നപ്പോഴേക്കും നമ്മുടെ ലിസി ആൻറ്റി, ആനി ആൻറ്റി, അലിസ് ആൻറ്റി, അങ്ങനെ എല്ലാ ഗ്യാങ്ങും സിം ചേച്ചിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോഴേക്കും ആൾക്കാർ ഇതാണ് മധുരം വെപ്പിന് എല്ലാവരും മധുരമല്ലേ കൊടുക്കാറ്. ഇത് ഫ്രൂട്ട്സ് നല്ല രസമായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും ലവ്ലി ആൻറ്റിയും ബീന കട്ടിക്കാരൻ നമ്മുടെ മെയിൻ ഹൈലൈറ്റ് വന്നു. നമ്മുടെ ലവ്ലി ആൻറ്റിയുടെ പേരക്കുട്ടിയാട്ടാ, UK നിന്ന് വന്നിട്ടുള്ളതാണ്. അവൻ്റെ അമ്മേനൊക്കെ ഇനി ഞാൻ കാണിച്ചു തരാം, അമ്മിണീനൊക്കെ. അപ്പോഴേക്കും നമ്മുടെ നാൻസി മോളും എല്ലാവരും വന്നു. മീൻ ചേച്ചി, ഇതാണ് താരം, നമ്മുടെ മീൻ ചേച്ചി ഇതാ വന്നിരിക്കുന്നു. മീൻ ചേച്ചി തിളങ്ങി വന്നിരിക്കുന്നു. കണ്ട, ഞങ്ങളെ കണ്ടപ്പോഴത്തെ മീൻ ചേച്ചിയുടെ സന്തോഷം കണ്ട. ഇതാണ് നമ്മുടെ ലില്ലിയാൻറ്റിയുടെ മോളും ലവ്ലിയാൻറ്റിയുടെ മോളും മരുമോളൊക്കെ. ഇതാണ് അമ്മണി, ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. ഇവർ രണ്ടുപേരും കോമ്പയർ ചെയ്തു. മധുരം വെപ്പ് ചടങ്ങിനാണ്. ഇരുവരുടെ കുടുംബത്തിന്റെ പേരിലും വ്യക്തിപരമായ പേരിലും നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. കോമ്പയർ ചെയ്തത് നമ്മുടെ അനീനയുടെ, മീൻ ചേച്ചിയുടെ മൂത്ത മോൾ അനീനയുടെ ഹസ്ബൻഡ് അരുണും പിന്നെ മീൻ ചേച്ചിയുടെ ആങ്ങളയുടെ മോള് ചിഞ്ചു ആട്ടാ. ഇതാണ്, ഇങ്ങനെയായിരുന്നു ഇവരുടെ ഇൻട്രൊഡക്ഷൻ. നല്ല രസമായിരുന്നു. ഇതാണ് ഇവരുടെ കസിൻസ്, ഒരു രക്ഷയില്ലാത്ത കസിൻസ്. ഇവരെക്കുറിച്ച് എനിക്ക് പറയാണ്ടിരിക്കാൻ പറ്റില്ല. നമ്മൾ ബാംഗ്ലൂർ ഡേയ്സ് സിനിമ കാണുമ്പോൾ അതിലെങ്ങനെയാണ് അവർ 3 പേരെ കസിൻസ് ഉള്ളത്, പക്ഷേ ഇവർ കുറേ പേരുണ്ട്. അതേ വൈബ് നമുക്ക് എല്ലാവർക്കും കുറേ ഇത് എന്താ പറയുക, അങ്ങനത്തെ ഒരു ഫാമിലിയിൽ നമ്മളും അങ്ങനെ ഇൻക്ലൂഡ് ആയിരുന്നെങ്കിൽ എന്ന് നമുക്ക് തോന്നിപ്പോണ പോലത്തെ കസിൻസാണ്. ഭയങ്കര വൈബ് എന്ന് പറഞ്ഞാൽ ഭയങ്കര വൈബാട്ടാണ്. ശരിക്കും ഇവരുടെ ഫുള്ള് ഇതിൽ കിട്ടിയിട്ടില്ല. ഇവരുടെ കുറേ ഡാൻസൊക്കെ പ്ലാൻ ചെയ്തു, പക്ഷെ ഒന്നും നടന്നില്ല, ഡിലേ വന്നു. അപ്പോഴേക്കും നമ്മുടെ സിം ചേച്ചി വന്നു. സിം ചേച്ചി ഇതിൽ ലേറ്റായിട്ട് വന്നത്. ഈ പ്രയർ ചെല്ലണത് മീൻ ചേച്ചിയുടെ ആങ്ങളയുടെ മോനാ, അച്ഛൻ കുഞ്ഞാണ്, ചെറിയുന്ന പേര്. അടുത്ത വർഷം പട്ടം കിട്ടും കേട്ടോ. ഇത് 2 പേരുടെയും തലത്തൊട്ടപ്പനും തലത്തൊട്ടമ്മയാണ് മധുരം കൊടുക്കുന്നത്. ജോണുവിൻ്റെ വക്കച്ചൻ ചേട്ടൻ്റെ പെങ്ങളും, അതായത് അവൻ്റെ ആൻറ്റിയും അങ്കിളും ആണ്. ഇപ്പുറത്ത് ഓഷുവിന് കൊടുക്കുന്നത് മീൻ ചേച്ചിയുടെ ആങ്ങളയും വൈഫുമാണ്. ഓച്ചൂരും മധുരം കൊടുക്കട്ടെ, ഓച്ചൂരും മധുരം കൊടുക്കട്ടെ. അടുത്തായിട്ട് ജോണുവിനും ഓഷുവിനും സർപ്രൈസായിട്ട് 2 ട്വിൻസിന് അവർ സ്റ്റേജിൽ കസിൻസ് അറേഞ്ച് ചെയ്താട്ടാ. ഇവർ നമ്മുടെ, ഞാൻ പറഞ്ഞില്ല, അച്ഛൻ കുഞ്ഞെന്ന് പറഞ്ഞില്ലേ, ചെറിയ അവരുടെ കൂടെ പട്ടത്ത് സെമിനാറിൽ പഠിക്കുന്ന കുട്ടികളാണ്. ഞാൻ നമ്മുടെ ചെറിയുടെ ബാച്ചുകാരനാണ്. എൻ്റെ പേര് വിൻ തോമസ്. ഞങ്ങളൊരു ബാച്ച്, ഞങ്ങളുടെ വീട് ചുണങ്ങവേലിയാണ്, നമ്മുടെ ആലുവയ്ക്കടുത്ത്. ഇപ്പോൾ ഞങ്ങൾ 2 പേരും ഇപ്പോൾ 3rd ഇയർ തിയോളജി പഠിക്കുന്നു. അതിനുശേഷം നമ്മുടെ ജോൺസണങ്ങളും ലില്ലിയാൻ്റെയും ആദ്യം മധുരം കൊടുത്തു. പിന്നെ അവിടെ നിന്ന് കുറേ പേര് കൊടുത്തു. എല്ലാവരുടെയും കിട്ടിയിട്ടില്ല, ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളൂ. ഇരുവർ ആശംസകൾ അർപ്പിക്കാനായിട്ട് ബഹുമാനപ്പെട്ട വെല്ലിപ്പന ഓണോനോശോനും എല്ലാവിധ ആശംസകളും. നല്ലൊരു കുടുംബത്തെ നയിക്കാനുള്ള എല്ലാവിധ അനുഗ്രഹവും ദൈവം കൊടുക്കുമാറാണ്. God bless you.
പിന്നെ അവിടെ ഫോട്ടോ സെഷൻ നടക്കട്ടെ. ഇത് മീൻ ചേച്ചിയുടെ ആദ്യത്തെ ബ്രദറാണ്. പിന്നെ അപ്പോഴേക്കും ഫുഡിൻ്റെ കൗണ്ടറും ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫുഡ് കഴിക്കാനും ആൾക്കാർ പോകുന്നുണ്ടായിരുന്നു. ഫോട്ടോ സെഷനും ഒപ്പം മധുരം കൊടുക്കലും കാര്യങ്ങളും അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഈ ഓണവും ഓശുവും കല്യാണം കഴിക്കാറായത് എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റണില്ല. ഓശുവിൻ്റെ കാര്യത്തിൽ പിന്നെ ഓക്കെ അതാണ് അല്ല പിന്നെ നീ ഉള്ളതുകൊണ്ട് അധികം ഒന്നും ജോണുവിനെ പറ്റി പറയണില്ല. പക്ഷെ വളരെ നല്ല കുട്ടിയാണ്. ഇത് നമ്മുടെ ലില്ലിയാൻ്റെയും ജോൺസണങ്ങളുടെയും മക്കളാട്ടോ. അവർ US നിന്ന് ഈ കല്യാണം കൂടാൻ വേണ്ടി മാത്രം വന്നതാണ്. ഇത് അവരുടെ കുട്ടികളും. ഇത് നമ്മുടെ ലവ്ലിയാൻ്റെയുടെ ഫാമിലി. ലവ്ലിയാൻ്റെയുടെ 2 മക്കളും മരുമക്കളും കുട്ടിയും. മോള് UK-ലാണ്. ഇത് നമ്മുടെ മീൻ ചേച്ചിയുടെ വേറൊരു ബ്രദറ്, ഇത് വേറൊരു നാത്തൂൻ. അവർ വലിയ ഫാമിലിയാണ്. ഇത് നമ്മുടെ ഇവരുടെ ഫുൾ ഫാമിലി. ഇത് മൂത്ത മരുമകൻ അരുൺ. ഞാൻ പറഞ്ഞില്ല കമ്പയർ ചെയ്ത് അരുണിനെ കുറിച്ച് പറയാണ്ടിരിക്കാൻ പറ്റില്ല കേട്ടോ. ഇത്രയും ഞങ്ങളെല്ലാവരും ഞങ്ങളുടെ സംസാരത്തിൽ എപ്പോഴും ഉണ്ടാവുന്നത് അനിയനെ മീൻ ചേച്ചിയുടെ ഒരു ഭാഗ്യമാണ്. ആദ്യത്തെ മരുമകൻ തന്നെ ഒരു നല്ലൊരു മോനെ കിട്ടി മീൻ ചേച്ചിക്ക്. അതുപോലെ തന്നെ ബാക്കിയുള്ള ജോവും നീയും എല്ലാം അതുപോലെ തന്നെ ആവട്ടെ എന്ന് ഞങ്ങൾ ഞങ്ങൾ നന്നായി പ്രാർത്ഥിക്കാറുണ്ട്. കാരണം അരുണിനെ പോലെ ഇത് പൊക്കി പറയാമെന്ന് വിചാരിക്കരുത്. അത്രയും നല്ലൊരു ഇതാണ് അനിയനക്ക് കിട്ടിയിട്ടുള്ളത്. ഇത് അപ്പോഴേക്കും നമ്മുടെ ഓഷുവിൻ്റെ ജോയും ജോണുവിൻ്റെ നീയും സ്റ്റേജിൽ കയറി. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും മധുരം കൊടുക്കലായിരുന്നു കേട്ടോ. അവർ സർപ്രൈസായിട്ട് വന്നതാണ്. ഇവർക്ക് അറിയണ്ടായിരുന്നില്ല വരും എന്നുള്ളത്. അങ്ങനെ സർപ്രൈസായിട്ട് നീയും ജോയും വന്ന് ഇത് കളർഫുള്ളാക്കി, ഒന്നുകൂടി കളർഫുള്ളാക്കി. ജോ ഒത്തിരി ലേറ്റായി കാരണം ഭയങ്കര ട്രാഫിക് ബ്ലോക്കായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ടാണ് വന്നത്. അങ്ങനെ ഫോട്ടോ സെഷൻ കണ്ടിന്യൂ ചെയ്തു. അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞില്ലേ ഒരു ഭാഗത്ത് ഫുഡ് കൗണ്ടർ ഓപ്പൺ ചെയ്തുകൊണ്ട് തന്നെ ആൾക്കാർ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലവ്ലിയാൻ്റെയും ലില്ലിയാൻ്റെയും കുട്ടികളുടെ പേരക്കുട്ടികളുടെ ഡാൻസ് ഉണ്ടായിരുന്നു. അവരിവിടെ വന്നിട്ട് പഠിച്ചായിട്ട് നന്നായി കളിച്ചു കുട്ടികൾ. ഞാൻ കാണിച്ചു തരാം. കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് ഞാൻ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്തിട്ട്. പിന്നെ നമ്മുടെ മാത്യങ്ങൾ നമ്മുടെ യൂണിറ്റ് പ്രസിഡന്റ് സ്റ്റേജിൽ കയറി. അതിനുശേഷം ഞങ്ങളുടെ ഫോട്ടോ സെഷനായിരുന്നു. പിന്നെ ഞങ്ങൾ കമ്മിറ്റിക്കാരും മൊത്തത്തിൽ സ്റ്റേജിൽ കയറി. ബന്ധമുണ്ട്, അത് മനസ്സിലാക്കിയാണ്. പക്ഷേ അവരെ ഇപ്പോൾ തൽക്കാലം ഞങ്ങൾക്ക് എന്തായാലും വിളിക്കാൻ നിവൃത്തിയില്ല. കാരണം ഇതിപ്പോൾ സെൻറ്റ് ജെയിംസിൻ്റെ കുടുംബ കൂട്ടായ്മയുടെ ഭാരവാഹികളാണ്. അപ്പം എന്താണ് ഈ യൂണിറ്റിന് വേണ്ടി എല്ലാവിധ ഇവർക്ക് എല്ലാവർക്കും വേണ്ടി, ഞങ്ങൾക്ക് ഈ ഭാരവാഹികൾക്ക് വേണ്ടിയല്ല, എല്ലാവിധ ആശംസകളും. പേരപ്പൻ അടക്കമുള്ള ആൾക്കാർ ഞങ്ങളുടെ യൂണിറ്റിലെ കമ്മിറ്റി മെമ്പറാണ് ജോൺസൺ. എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ആശംസകളും പ്രാർത്ഥനകളും ഇവർക്ക് ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഒരു മിനിറ്റ് സംസാരിക്കാൻ പറ്റും. ഞങ്ങൾക്ക് പൂക്കൾ കൊണ്ട് ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഞങ്ങളുടെ ഒരു വൈസ് പ്രസിഡന്റ് ഉണ്ട്. എല്ലാവർക്കും നമസ്കാരം. ഈ സുന്ദര സായം സന്ധ്യയിൽ വളരെയേറെ സന്തോഷത്തോടെ അതിലേറെ അഭിമാനത്തോടെ ജോണുവിൻ്റെ ഇത് ജോണുവിൻ്റെ ഓഷൻ്റെ ആൻറ്റിയുടെ മോളാട്ട് റേച്ചൽ. ഞങ്ങൾക്ക് നല്ല പരിചയം ഇവിടെ മീൻ ചേച്ചിയുടെ അവിടെ കണ്ടിട്ട്. ഇതിന് ശേഷം ഞങ്ങളുടെ ഒരു ഡാൻസാണ്. ഞാനിത് എൻ്റെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ കാണണം. ഇതിലെ പെർഫെക്ഷൻ ഒന്നുമല്ല. ഞങ്ങൾ മീൻ ചേച്ചിയുടെ അവരുടെ ഇതിൽ മീൻ ചേച്ചിയുടെ ഫ്രണ്ട്സ് എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ കളിച്ചു എന്നുള്ളൂ. പക്ഷേ ഇതൊരിക്കലും നിങ്ങളൊരു പെർഫെക്ഷനോട് കൂടി നോക്കരുത്. ഞങ്ങളൊരു എൻ്റർടൈൻമെൻറ്റ് മാത്രമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ആ എൻ്റർടൈൻമെൻറ്റ് എല്ലാവരും ചിരിക്കാനുള്ള വക എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ട്. അത്രേ ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അങ്ങനെ ഡാൻസ് കളിച്ച് ഞങ്ങൾ അവശതയായിട്ട് അപ്പം തന്നെ ഞങ്ങൾ സ്റ്റേജിൽ നിന്ന് ഫോട്ടോ എടുത്തു. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഫ്രീ ആയല്ലോ. പിന്നെ നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാമെന്ന് വെച്ചാൽ താഴത്ത് ഇറങ്ങി. അതിന് ശേഷം നമ്മൾ താഴെ ബീന കണ്ടിക്കാരൻ പോവാന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ അതിന് മുമ്പ് ഒരു ഫോട്ടോ സെഷനും കൂടി ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഫുഡ് കഴിച്ചു. റഹ്മാനിയുടെ ബിരിയാണി ആയിരുന്നു. അടിപൊളി ബിരിയാണി ആയിരുന്നു കേട്ടോ. സൂപ്പർ ബിരിയാണി ആയിരുന്നു, ഒന്നും പറയാനില്ല. അപ്പോഴേക്കും ഇതേ നമ്മുടെ നീലിമ നീലിമോട് ഞാൻ പറയാം ഒന്ന് പോസ്റ്റ് ചെയ്യാൻ എൻ്റെ വീഡിയോയിലേക്ക് എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഇതേ അമൽചേട്ടനും മേരി ചേച്ചിയുടെ ജോസേട്ടനും ആൻ്റണി ചേട്ടനും കൂടി എന്തൊക്കെയോ അന്താരാഷ്ട്ര കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഇതാണ് ഇവരുടെ കസിൻസ്, മീൻ ചേച്ചിയുടെ വീട്ടിലത്തെ. ഇത് ആ അച്ഛൻ കുഞ്ഞെന്ന് പറഞ്ഞില്ലേ, അവൻ്റെ അനിയനാണിത്.
ഇവനായിട്ടും ഞാൻ നല്ല കമ്പനിയാണ്. ഇത് മീൻ ചേച്ചിയുടെ 2 നാത്തുമാർ. ഒരാൾ ദേ എൻ്റെ അപ്പുറത്തിരിക്കുന്നത് തൃശ്ശൂർ വലപ്പാടാണ് വീട്. ഇത് ദേ നമ്മുടെ മീൻ ചേച്ചിയുടെ അനു. നല്ല ഡോളുടെ പോലില്ലേ കാണാനായിട്ട്, നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ദേ പിന്നെ കോൺ ഐസ്, ഞാനന്ന് ഒന്നും കഴിച്ചില്ല അത് ഐസ്ക്രീം. പിറ്റേ ദിവസം ഇവരുടെ കല്യാണത്തിന് പാടണമെങ്കിൽ എനിക്ക് തൊണ്ട തീരെ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാനന്ന് ക്ഷമിച്ചിരുന്നു. സാധാരണ ഐസ്ക്രീം എൻ്റെ വീക്ക്നെസ്സാണ്, പക്ഷെ ഞാനന്ന് കഴിച്ചില്ല. അതേ മേരി ചേച്ചിയും ലാനിയും അനുവും ഒക്കെ എന്തൊക്കെയോ സംസാരിച്ച് ചിരിച്ച് ഇരിക്കുന്നുണ്ടായിരുന്നു. കുറേ നേരം ഞങ്ങളിങ്ങനെ വെറുതെ സംസാരിച്ചിരുന്നു. സാനിയ ഇത് പിള്ളേർ സെക്ഷൻ മൊത്തം, ഇത് ഈ ഒരു വീഡിയോ നോക്കിയാൽ പിള്ളേർ സെക്ഷൻ മൊത്തം ഉണ്ടായിരിക്കും. ഇത് നമ്മുടെ ജിയ. അങ്ങനെ ഞങ്ങൾ ഇവരുടെ കസിൻസിൻ്റെ ഡാൻസ് ഉണ്ടാവുമെന്ന് വെയിറ്റ് ചെയ്ത് കുറേ നേരം ഇരുന്ന് ഇപ്പം ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട്, പക്ഷെ അത് നടന്നില്ല, നമുക്ക് കാണാനുള്ള യോഗം ഉണ്ടായില്ല. ഇത് നമ്മുടെ മീൻ ചേച്ചിയുടെ ആങ്ങളയുടെ ഭാര്യ ഞാൻ കാണിച്ചു തന്നില്ല, ആളുടെ ബ്രദറാണ് ഷാജി വർഗീസ്. എനിക്ക് ഭയങ്കര സന്തോഷമായി. കുറേ നാളുകൾക്ക് ശേഷമാണ്, എന്നെ ആ ചേട്ടന് ഓർമ്മയില്ല, പക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു പരിപാടി പറഞ്ഞാൽ മനസ്സിലാവും. ഏഷ്യാനെറ്റിലെ വാൽക്കണ്ണാടി എന്ന് പറഞ്ഞിട്ട് ഏറ്റവും ഫേമസ് പരിപാടിയായിരുന്നു. അതിൻ്റെ മെയിൻ പ്രൊഡ്യൂസറായിരുന്നു. ആ പരിപാടിയിൽ ഞാൻ പണ്ട് പാടിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ വർത്താനം പറഞ്ഞു വന്നപ്പോഴാണ് ഇത് ബ്രദർ ഷാജി പറയുക. അപ്പം ഞാൻ പറഞ്ഞു ഏഷ്യാനെറ്റിൽ ഉണ്ടായിരുന്നല്ലേ എന്ന് പറഞ്ഞിട്ട്, അങ്ങനെ കുറേ നാൾക്ക് ശേഷം ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്തു. ഇത് ഇവരുടെ കസിൻസ് ഞാൻ പറഞ്ഞില്ലേ. ഇതാണ് ഷാരൂൺ, ഇവൻ്റെ കല്യാണമാണ് ജാനുവരി 15. ഇത് നമ്മുടെ റോബിനാണ് താരം. അടുത്ത വീഡിയോസിൽ റോബിനെ കുറിച്ച് കൂടുതൽ പറയാം. അവൻ UK ഇതിന് വേണ്ടി മാത്രം വന്നതാണ്. നമ്മളൊക്കെ ഞാനൊക്കെ വീട്ടിൽ തൃശ്ശൂർ പോണ പോലെയാണ്. അവൻ കൊല്ലത്തിൽ 3 പ്രാവശ്യം UK നാട്ടിൽ വരും. ഇതിപ്പോൾ ഈ ഫംഗ്ഷൻ കൂടാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ അവൻ്റെ ബാക്കി വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ കുറേ കാണിച്ചു തരാം ഞാൻ നിങ്ങൾക്ക്. അത് കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും കുറേ നേരം വർത്താനൊക്കെ പറഞ്ഞിരുന്നു. ലാസ്റ്റ് പോവാറായിട്ടാണ്. എല്ലാവരും ടാറ്റയൊക്കെ പറഞ്ഞു തുടങ്ങി. എണീക്കും, വീണ്ടും ഇരുന്ന് വർത്താനം പറയാൻ നല്ല രസമായിരുന്നു. നമ്മുടെ വീട്ടിൽ നടക്കുന്ന ഒരു പരിപാടി പോലെയായിരുന്നു. ഓഷു എല്ലാം കഴിഞ്ഞ് ഫ്രീ ആയപ്പോൾ ഞങ്ങൾ പറയായിരുന്നു, ഓഷു നിൻ്റെ ഡാൻസില്ലാത്ത വളരെ മോശമായെന്ന് പറഞ്ഞപ്പോൾ മേരി ചേച്ചി പറയായിരുന്നു, ഞങ്ങളുടെ ഡാൻസ് കണ്ടിട്ട് നിങ്ങൾ പേടിച്ചു പോയി, അതുകൊണ്ട് നിങ്ങൾ കളിച്ചൊന്നും ആവില്ല എന്ന് വിചാരിച്ചിട്ടാന്നൊക്കെ പറഞ്ഞ് കളിയാക്കിക്കൊണ്ടിരിക്കുക. അതേ നമ്മുടെ അനീന സ്ലീവ്ലെസ് ഇട്ടാൽ നല്ല സുന്ദരി. ഇതേ നമ്മുടെ എബി എന്തൊക്കെയോ കാണിക്കണ്ടായിരുന്നു. ഞാൻ ക്യാമറ ഓൺ ആക്കിയപ്പോൾ അവനത് കാണിക്കില്ല എന്ന് പറഞ്ഞു. ഇതേ നമ്മുടെ ലില്ലാൻ്റെയും ലവ്ലാൻ്റെയും മക്കൾ എല്ലാവരും നിരന്നിരിക്കുക. അങ്ങനെ നമ്മൾ മധുരം വെപ്പ് അടിച്ചു പൊളിച്ചു. ഇനി അടുത്ത വീഡിയോസിൽ കൂടുതൽ വിശേഷങ്ങളായിട്ട് ഉടൻ തന്നെ വരാം. ടിൽ ദെൻ ബൈ.